ഫാത്തിഹ ഓതുന്നിടത്ത് രണ്ടക്ഷരം ഒരേ മഖ്റജിൽ നിന്ന് വരുന്ന ഒരു ഭാഗമുണ്ട്. ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ. മീമും വാവും ചുണ്ടിൽ നിന്ന് വരണം. മീമും വാവും ചുണ്ടിൽ നിന്ന് വരണം എന്ന് പറയുമ്പോൾ പലപ്പോഴും പലർക്കും ഇത് രണ്ടു കൂടെ അങ്ങോട്ട് മേലെ കയറിപ്പോയിട്ട് ഒന്നും മൊഴിയാതെ വരും. അത് ഫാത്തിഹയിലാവുമ്പോൾ ഉദാഹരണത്തിന് പോലും ഓതാൻ കഴിയില്ല, പരിശുദ്ധ ഖുർആനാണ്. ഇതേ പ്രശ്നം രണ്ടാമത്തെയും സലാം വിട്ടുമ്പോഴും വരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ വറഹ്മത്തുള്ള പറഞ്ഞില്ലെങ്കിൽ നിസ്കാരം ശരിയാവും. അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ മതി. പക്ഷെ വറഹ്മത്തുള്ള പറയുമ്പോൾ വാവും മീമും ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ പോലെ അസ്സലാമു അലൈക്കും വ എന്ന് വരുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കാതെയാണ് പറഞ്ഞു പോണതെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, നിസ്കാരം ശരിയാവില്ല. ഒരക്ഷരേ പോയിട്ടുള്ളൂ. നമ്മൾ നേരാവണ്ണം ഒഴിയുന്നില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള പറയണില്ലെങ്കിൽ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള ആണെങ്കിൽ ഇവിടെ വാവേ ഉള്ളൂ, മീമില്ല. അതെന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കണത്? വാവും മീമും വരുന്നത് ചുണ്ടുന്ന. അപ്പൊ ചുണ്ടുമെന്ന് വരുന്ന രണ്ടക്ഷരങ്ങൾ ഒന്നിച്ചു പറയുമ്പോൾ ഒന്നതിന്റെ ഉള്ളിൽ കയറിപ്പോവാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അങ്ങനെ നിർത്തണമെന്നൊന്നുമില്ല കേട്ടോ, രണ്ടും പറഞ്ഞാൽ മതി. ഞാൻ നിങ്ങൾക്ക് വ്യക്തമാകാൻ വേണ്ടിയിട്ട് അവിടെ സ്റ്റോപ്പ് ചെയ്ത് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള, വാവും മീമും പറയണം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള എന്ന് പറഞ്ഞാലോ നിസ്കാരത്തിന്റെ കഥ കഴിഞ്ഞു. അതുവരെ 4 റക്അത്ത് നിസ്കരിച്ചത് ആ ഒരു മീമ് പോകുന്നതോടുകൂടി അവസാനിച്ചു. ഇങ്ങനെ നിസ്കരിക്കുന്നത് നമുക്ക് ഏതർത്ഥത്തിലാ ഗുണം ചെയ്യാം?